ഇവിടെ വരുമ്പോൾ എനിക്ക് കാലിൻ്റെ സൈഡിലേക്ക് ഒരു ചെരുവായിരുന്നു. എനിക്ക് നടക്കാൻ ഒട്ടും പറ്റുകയില്ലായിരുന്നു. ശകലം പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു 6-7 വർഷത്തിന് അടുത്തായി ഞാൻ ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യുമ്പോഴൊക്കെ ചെയ്തിട്ട്. പിന്നെ ഓട്ടോറിക്ഷയ്ക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പാലായിൽ നിന്ന് ഇവിടം വരെ വന്നത്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എണീറ്റ് ഞാൻ തന്നെ ഇരുന്നിടത്തുനിന്ന് തന്നെ ഞാൻ എണീറ്റ് കൈ കെട്ടി എണീറ്റ് നിന്നു. ഇവിടെ വരുമ്പോൾ ഇങ്ങനെയല്ലായിരുന്നു. എനിക്ക് കൈ കെട്ടിയിട്ട് പോയിട്ട് എനിക്ക് ഒരു തരത്തിലും എനിക്ക് ഒരാളുടെ ഒന്നെങ്കിൽ എവിടെയെങ്കിലും പിടിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പില്ലാതെ എനിക്ക് എണീറ്റ് നിൽക്കാനൊരു സാഹചര്യം ഇല്ലായിരുന്നു. അത് എനിക്ക് സന്തോഷം ആയിട്ട് ഞാൻ പറയുന്നു. വന്നപ്പോൾ നടന്ന പോലെ ഇല്ല. ഞാൻ ഇപ്പം നല്ലതായിട്ട് സ്പീഡിൽ നടക്കുന്നുണ്ട്, നന്നായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും പ്രതീക്ഷയില്ലായിരുന്നു. എങ്കിൽ പോലും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുവാണ്, നിങ്ങളിവിടെ വന്ന് ചെയ്തു നോക്ക്, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മുട്ടുവേദനയുള്ള ഏത് വ്യക്തികളും ഇവിടെ വന്ന്, തേയ്മാനമുള്ള എല്ലാ മനുഷ്യരും, മുട്ടുവേദനയുള്ളവരും ഇവിടെ വന്ന് ഈ സാറിൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ ചെയ്യാനുള്ളൊരു അത് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഒത്തിരി അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നതിന് മുമ്പ്, ഒരു വേദന തുടങ്ങി ഒത്തിരി മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് വന്ന് നിങ്ങൾ ഈ ഡോക്ടറെ കാണിക്കുക, സാറിൻ്റെ ഉപദേശം തേടുക. എനിക്കിപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങള് ഈ ചേച്ചിക്ക് ഒരു കാരണവശാലും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഞാനും എൻ്റെ പിള്ളേരുടെ സഹായം ഇല്ലാണ്ട് ഞങ്ങൾ ഒരു സ്റ്റെപ്പ് കയറാൻ പോലും മേലായിരുന്നു. ഞങ്ങൾ കയ്യിലെല്ലാം പിടിച്ചാണ് പുള്ളിക്കാരത്തിനെ ഇവിടെ ആ ഓട്ടോറിക്ഷയിലൊന്നും ഇറങ്ങാൻ പോലും ഞങ്ങളുടെ സഹായം വേണമായിരുന്നു. എന്റെ ഞാൻ കരഞ്ഞു പോയി, സത്യം 100-ല്ല ഈ സുമ ചേച്ചി ഓടിയത്. അത് കണ്ടിട്ട് ഞങ്ങളെല്ലാം കൈ കൂപ്പി ദൈവത്തിന് നന്ദി പറഞ്ഞു. ഡോക്ടർ എന്ന് പറയുന്ന ഒരേ ഇതാണ് ഞങ്ങൾ കാണുന്നത്. അതുപോലെ ഞാൻ കരഞ്ഞു പോയി ഇത് കണ്ടിട്ട്. കൊച്ചു പിള്ളേര് കൂടെ ഉണ്ടായിരുന്നു, പിള്ളേര് വരെ കരഞ്ഞു പോയി. സുമാമ ഓടിയെന്ന് പറഞ്ഞിട്ട് സ്പീഡില് ഒരു 6-7-8 വർഷത്തോളം ഈ ഓട്ടോയിൽ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് എന്റെ കൊച്ചു കൈ തന്നാണ് ഞങ്ങള് കൈ പിടിച്ചാണ് ആ ഓട്ടോയെ ഇങ്ങോട്ടൊന്ന് ഇറക്കണത്. എവിടെ പോയാലും ഞങ്ങൾ കൂടെ ഒരു ഹെൽപ്പ് വേണം. മുട്ടുവേദന അനുഭവിക്കുന്ന എല്ലാവരും ഈ ഡോക്ടറെ വന്ന് കാണണം. അത് അത്രയ്ക്ക് എനിക്കിപ്പോ ഒരു ഈ ചേച്ചിയുടെ അനുഭവം എന്റെ മുന്നിലിരിക്കുവാണ്. ഈ അനുഭവം കൊണ്ട് ഞാനിപ്പം പറയാണ്, പിന്നെ പറഞ്ഞു തരുന്ന പോലെ എല്ലാം ചെയ്യണം. ഇതിന്റെ എക്സസൈസ് ചെയ്യാനൊക്കെ ഡോക്ടർ പറഞ്ഞു തരും, അത് ചെയ്യണം. ഉറപ്പായിട്ട് ഇവിടെ വന്ന നിമിഷ നേരം കൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്നുള്ളതിന്റെ ഒറ്റ തെളിവാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ കണ്ടത്. കേറിയപ്പോ പെട്ടെന്ന് ഒരു പേടി എനിക്ക് കാലിന്റെ കാര്യത്തിൽ ഇല്ലാത്തതാണ്. പക്ഷെ കേറിയപ്പോ എനിക്കൊരു പേടി പോലെ വന്നു. പക്ഷെ ആദ്യത്തെ ആ ഒരു ലെവലൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു. എൻ്റെ അനുഭവം ഇനി മറ്റൊരാൾക്കുണ്ടാകരുത്, വൈകരുത്. മുട്ടിലെന്തെങ്കിലും ഒരു പ്രശ്നമെന്ന് കണ്ടാൽ അന്നേരെ ഡോക്ടറെ സമീപിക്കണം. അതിപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞൊന്നും നമ്മൾ പറയുന്നില്ല, ശരിയല്ലേ? എവിടെയെങ്കിലും പോയി അത് മുട്ടുവേദന കാണിക്കണം. അവർ പറയുന്നത് നമ്മൾ അംഗീകരിച്ച് അതുപോലെ ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകണം. കാരണം അത് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ അനുഭവം പോലെ ഇരിക്കും. എനിക്കിപ്പം ഒന്നും വയ്യാത്തൊരവസ്ഥയിലായി ഞാൻ. എല്ലാവർക്കും സന്തോഷം, ഭയങ്കര എല്ലാരും. അപ്പൊ ആ ചേച്ചിയാണോ ഇതെന്ന് അവിടെ ഇരുന്ന 2 പേഷ്യന്റ് അത്ര സ്പീഡിൽ നടക്കണ കണ്ടപ്പോഴത്തേക്കും എല്ലാരും അതിശയിച്ചു പോയി. ചികിത്സാ രീതി, സമയം ലാഭം, പിന്നെ എല്ലാ രീതിയിലും മെഡിസിൻ ഉപയോഗിക്കുന്നില്ല അധികം. പിന്നെ ഓപ്പറേഷൻ ഇല്ല, മുട്ടിനകത്ത് ഇഞ്ചക്ഷൻ ഇല്ല, ഇതൊന്നും ഇല്ലാത്തൊരു രീതി. ഹാപ്പിയായി. ഗോഡ് ബ്ലെസ് യു എല്ലാത്തിനും. സാറിനും ഗോഡ് ബ്ലെസ് യു. ഞങ്ങളുടെ ദൈവ സാറ്